Hello students, welcome back to my YouTube channel. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഇൻ ദ കേസ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് നൗ യു ഓൾ ആർ ക്ലിയർ അബൌട്ട് ദ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഹോൾ നമ്പേഴ്സ്, റൈറ്റ്? നൗ വി വിൽ മൂവ് ഓൺ ടു ദ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ ഇൻറ്റിജേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, ഞാൻ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് പാർട്ട് 1 വീഡിയോയിൽ തന്നെ ഇൻറ്റിജേഴ്സ് എന്താണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്? സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എലോങ് വിത്ത് ദ നെഗറ്റീവ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അല്ലേ? അതായത് ഇങ്ങനെയുള്ള ഈ സെറ്റ് ഓഫ് കണ്ടിന്യൂസ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്. നൗ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി, റൈറ്റ്? ക്ലോഷർ പ്രോപ്പർട്ടി ഇൻ ദ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ കേസിലാണ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് ഓപ്പറേഷൻ എടുക്കാം? അഡിഷൻ. സോ വി ആർ ഗോയിങ് ടു ചെക്ക് whether the set of integers are closed under addition or not. So അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? First we have to take any two numbers from the set of integers. So ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ എക്സാമ്പിൾസ് തന്നെ ചൂസ് ചെയ്യാം. So let us take the integers -6 and 5. Okay, now you have to perform the operation addition on these two numbers. Then -6 plus 5, what will be the answer? -1. എങ്ങനെയാണ് നമുക്ക് -1 കിട്ടുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇൻറ്റിജേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ, അല്ലേ? അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം. നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് ഉള്ള നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലേ? -6ഉം +5ഉം. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സൈൻസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ടേക്ക് ദ ഡിഫറൻസ് ഓഫ് ദിസ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിൻ്റെയും സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. ഇപ്പോൾ ബിഗ്ഗർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ബിഗ്ഗർ നമ്പർ 6 ആണ്, സ്മോളർ നമ്പർ ഏതാണ്? 5 ആണ്. സോ 6 - 5, 6 - 5 നിങ്ങൾക്ക് എത്ര കിട്ടും? 1 കിട്ടും, അല്ലേ? ആൻഡ് ഇതിൽ ബിഗ്ഗർ നമ്പറിൻ്റെ സൈൻ ഏതാണെന്നുള്ളത് നോക്കുക. ഇവിടെ ബിഗ്ഗർ നമ്പർ ഏതാണ്? 6 ആണ്. 6ൻ്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. സോ പുട്ട് ദാറ്റ് നെഗറ്റീവ് സൈൻ വിത്ത് ദിസ് ആൻസർ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ആൻസർ -1. ഓക്കെ, സോ -1 ഇസ് ദ ആൻസർ. നൗ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? അഡീഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണോ അല്ലയോ? ആരുടെ കേസിൽ? ഇൻ ദ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ദിസ് -1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മൾ എടുത്തു. ആ രണ്ട് ഇൻറ്റിജേഴ്സിനകത്ത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ യു ഗോട്ട് അനദർ ഇൻറ്റിജർ. നൗ വാട്ട് ഇസ് യുവർ കൺക്ലൂഷൻ? നൗ യു ക്യാൻ സേ ദാറ്റ് ദ സെറ്റ് ഓഫ് integers are closed under addition. Clear? Okay, now we will move on to the next mathematical operation, subtraction in the case of integers. So second one is subtraction. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഈ ഒരു ഇൻറ്റിജേഴ്സിൻ്റെ കേസിലുള്ള ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഫാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്ന് എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് പാർട്ട്, ഇൻറ്റിജേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, സോ സബ്ട്രാക്ഷൻ. അപ്പോൾ സബ്ട്രാക്ഷൻ, ലെറ്റ്സ് ടേക്ക് ടു ഇൻറ്റിജേഴ്സ് 7 and 5. Okay, 7 and 5 both are integers, right? Now we have to subtract 7 and 5. അപ്പോൾ 7 and 5 നമുക്ക് രണ്ട് രീതിയിൽ സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെയാണ്? ഒന്ന് 7 - 5 ചെയ്യാം, ഓർ യു ക്യാൻ ഡു 5 - 7, അല്ലേ? അപ്പോൾ നോക്കിയേ, 7 - 5 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 7 - 5 ഇറ്റ്സ് 2, റൈറ്റ്? ആൻഡ് ഇഫ് യു സബ്ട്രാക്ട് 7 from 5, that is 5 - 7. 5 - 7 എന്താണ്? Again this answer will be -2, right? Because you are subtracting bigger number from a smaller number, so negative sign will be there, -2. And check whether this 2 and -2 both are integers or not. Yes, both are integers. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണ്? നിങ്ങൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൽ നിന്ന് എനി 2 ഇൻറ്റിജർ നിങ്ങൾ ചൂസ് ചെയ്തു. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നിങ്ങൾ ആ 2 എലമെൻസിനകത്ത് പെർഫോം ചെയ്തു. 2 വേസിൽ നമുക്ക് പെർഫോം ചെയ്യാം. ആ രണ്ട് രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തപ്പോൾ വി ഗോട്ട് ഇൻറ്റിജർ, അല്ലേ? ദ ആൻസർ ഇസ് ഓൾസോ another integer. So what is your conclusion? The set of integers are also closed under subtraction. Set of integers are
closed under subtraction. Clear? Okay. Now we will move on to the case of multiplication. Next is multiplication. Okay. Now the third mathematical operation, multiplication in the case of integers. Now let's take two integers. Suppose 5 and 8. Now you perform multiplication onto these two integers. 5 into 8, or you can do 8 into 5. Both are same only, right? Now what is your answer? 5 into 8 is nothing but 40. Is it an integer? Yes, it is an integer. It is an integer. So what's your conclusion? നിങ്ങൾ രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു, ആ ഇൻറ്റിജേഴ്സിനകത്ത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തു, ആൻഡ് യു ഗോട്ട് അനദർ ഇൻറ്റിജർ. സോ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് are closed under multiplication. Set of integers are closed under multiplication. Now I think it is clear. Now let's move on to the next mathematical operation, division in the case of integers. So division വേണ്ടിയിട്ട് ഞാൻ again നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് 5 and 8 എന്ന് പറയുന്ന രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. സോ അഗെയിൻ ചൂസ് 5 and 8. നൗ ഇഫ് യു ഡിവൈഡ് ദിസ് ടു ഇൻറ്റിജേഴ്സ് 5 by 8, okay, 5 by 8, is it a whole number? Sorry, is it an integer? No, it is not an integer, right? It's a rational number only. It is not an integer. ഇൻറ്റിജർ അല്ല നമുക്ക് കിട്ടുന്നത്, അല്ലേ? 5 divided by 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ 5 by 8 remains as it is, right? So it's a rational number only, not an integer. So what is your conclusion here? Set of integers are not closed under division. Set of integers are not closed under the operation division. സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻസ് എന്താണ്? ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നത്? അഡീഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അഡീഷനകത്ത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ക്ലോസ്ഡ് ആവാത്ത മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ഡിവിഷൻ മാത്രമാണ്. പക്ഷെ നമ്മൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? അഡീഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ്, അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇൻറ്റിജേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോഴോ എന്താ കിട്ടിയത്? അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് ആണ്. ബട്ട് ഡിവിഷൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്തത്? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇൻറ്റിജേഴ്സ് ആണെങ്കിലും ഹോൾ നമ്പേഴ്സ് ആണെങ്കിലും റാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ഓരോ സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കണം, 4 ഓപ്പറേഷൻസിൻ്റെ കേസും. കാരണം ഓരോന്നും എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ യു ഷുഡ് ബി മോർ കെയർഫുൾ അബൌട്ട് ദിസ്. ഓക്കെ, നൗ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ജസ്റ്റ് എഴുതാം. ചെക്ക് the closure property under all the four operations for natural numbers. നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഇപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ രണ്ട് ഹോൾ നമ്പേഴ്സിൻ്റെ കേസും ഇൻറ്റിജേഴ്സിൻ്റെ കേസും എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് നിങ്ങളിപ്പോൾ ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലേ? അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് നോക്കുക. ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആദ്യം എഴുതുക. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏത് സെറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? 1, 2, 3, 4 എക്സെട്ര. അതായത് ഈ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണോ ചോദിച്ചേക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഏത് പ്രോപ്പർട്ടിയാണെന്ന് നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയെ പറ്റിയാണ്. ആൻഡ് ഓൾ ദ 4 ഓപ്പറേഷൻസിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യണം. So first let's take one by one.
ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്താണ്? അഡിഷൻ. ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. സോ ഫസ്റ്റ് അഡിഷൻ. അപ്പം അഡിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ യു ക്യാൻ ചൂസ് എനി ടു നാച്ചുറൽ നമ്പേഴ്സ്. സോ ലെറ്റ് us take 2 and 4. 2 and 4. Now you have to perform addition on this. 2 plus 4. You can write this as 4 plus 2 also. Now if you do this addition onto these two numbers, then you get the same answer 6. Right? 2 plus 4, whether it is 2 plus 4 or 4 plus 2, you get the answer 6. And is it a natural number? Yes, it's a natural number only. It is a natural number. So what is your conclusion from this? രണ്ട് natural numbers എടുത്തു, add ചെയ്തു, again you got another natural number. Now you can say that this set of natural numbers are closed under addition. Clear? Now you have to perform the next mathematical operation, subtraction. Second one is subtraction. So I am going to choose another two natural numbers, 7 and 3. Okay, now you subtract. നമുക്ക് രണ്ട് രീതിയിൽ സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? 7 minus 3 ഉണ്ട്, 3 minus 7 ഉണ്ട്. What is the answer? 7 minus 3 is 4. It's a natural number only. But when you subtract 7 from 3, that is 3 minus 7. What is your answer? 3 minus 7. 3 minus 7 is minus 4. Because you are subtracting bigger number from a smaller number, so you will get a minus sign here. Is it a natural number? No, it's not a natural number. Now, what is your conclusion? അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പർ അല്ല കിട്ടുന്നതെങ്കിൽ എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യത്തില്ല. ഓക്കെ, സോ ദാറ്റ്സ് യുവർ കൺക്ലൂഷൻ. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് are not closed under subtraction. Clear? Okay, now let's move on to the next operation, that is nothing but the multiplication. Third operation is multiplication. So you have to take any two natural numbers. Let's take 7 and 8. Okay, now multiply 7 into 8, or you can write this as 8 into 7. Both the answer will be 7 into 8 is 56 only. Right? Is it a natural number? Yes, it's a natural number only. So what is your conclusion? Set of natural numbers are closed under multiplication. Clear? Okay, now we will bring our attention on to the last mathematical operation, that is nothing but division. Now you divide any two natural number. 2 and 11. 11 is also a natural number. Now 11 by 2, or you can write this as 2 by 11. Is this a natural number? No, it's not a natural number. അല്ലേ, നമുക്കിത് സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, it's not a natural number. So what is your conclusion from this? Set of natural numbers are not. Set of natural numbers are not closed under division. നമുക്ക് വേറെയും എക്സാമ്പിൾസ് എന്ത് ചെയ്യാം? ഈ ഡിവിഷൻ്റെ കേസിൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് സപ്പോസ് ഞാൻ 10 ഉം 2 എടുക്കാം. 10 ഉം 2 എടുക്കുമ്പോൾ ഇഫ് യു ഡിവൈഡ് 10 by 2 ഇറ്റ്സ് 5. ഇതെന്താണ്? ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. ബട്ട് നമുക്ക് എന്താണ് വേറൊരു പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ. 2 by 10. 2 by 10 ചെയ്യുമ്പോൾ ഇഫ് യു മേക്ക് ഇറ്റ് ഷോർട്ട് ദെൻ യു വിൽ ഗെറ്റ് 1 by 5 ഓൺലി. റൈറ്റ്? ഈ 1 by 5 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണോ? കൗണ്ടിങ് നമ്പർ ആണോ? അല്ല, ഇറ്റ്സ് എ റാഷണൽ നമ്പർ ഓൺലി. സോ നിങ്ങൾക്ക് ഡിവിഷനെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ബിക്കോസ് ബോത്ത് വേസിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു വേ ഓഫ് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. യു ആർ ഗെറ്റിംഗ് എ റാഷണൽ നമ്പർ ഓൺലി. സോ യുവർ കൺക്ലൂഷൻ ഇസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആവുന്നത് ഏതൊക്കെ ഓപ്പറേഷൻസിൻ്റെ കേസിലാണ്? അഡീഷൻ്റെ കേസിൽ ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ക്ലോസ്ഡ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ, set of natural numbers are not closed.
ക്ലിയർ? ഇത് തന്നെയായിരുന്നല്ലോ നിങ്ങൾക്ക് ഫസ്റ്റ് ഹോൾ നമ്പേഴ്സിൻ്റെ കേസിലും കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡിജേഴ്സിൻ്റെ കേസിൽ കിട്ടിയ കൺക്ലൂഷൻ ഇതായിരുന്നോ? അല്ല. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷനാണ്. അതുപോലെ തന്നെ സബ്ട്രാക്ഷനും അത് എന്തായിരുന്നു? ക്ലോസ്ഡ് ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആയിരുന്നു. ബട്ട് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്പറേഷൻ്റെ കേസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ. ഓക്കെ, സോ now you are clear about the closure property of whole numbers, integers and natural numbers. Okay, now in the next video we will discuss about the closure property of rational numbers. ഞാൻ rational numbers-ന്റെ closure property ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാണ്. കാരണം അതാണ് നിങ്ങൾക്ക് കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം നമ്മൾ rational numbers എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ rational numbers-ന്റെ closure property ഡിസ്കസ് ചെയ്യും. അപ്പം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതും കൂടെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടായിരിക്കും ഞാൻ rational numbers-ന്റെ കേസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയും ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് മോർ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇഫ് യുവർ ഫ്രണ്ട്സ് ആർ ഓൾസോ സ്ട്രഗ്ലിംഗ് വിത്ത് മാത്സ് ദെൻ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത്. സോ ലെറ്റ്സ് മീറ്റ് ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. താങ്ക് യു.